മനുഷ്യന്റെ വാർദ്ധക്യം തടയാൻ കഴിയില്ലെന്നാണല്ലോ നമ്മൾ എപ്പോഴും കരുതാറുള്ളത്. എന്നാൽ ആ ധാരണകളൊക്കെ മാറി മറിയാൻ പോവുകയാണ്. വൈദ്യശാസ്ത്ര രംഗത്തെ വിപ്ലവകരമായ ഒരു മുന്നേറ്റത്തിലൂടെ വാർദ്ധക്യത്തെ റിവേഴ്സ് ചെയ്യാൻ കഴിയുമെന്ന വലിയ സ്വപ്നത്തിലേക്ക് ശാസ്ത്രലോകം ചുവടുവെച്ചിരിക്കുകയാണ്. പ്രായമാകുന്ന കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബോസ്റ്റൺ ആസ്ഥാനമായുള്ള ലൈഫ് ബയോസയൻസ് എന്ന കമ്പനി മനുഷ്യരിൽ ഭാഗികമായി സെല്ലുലാർ റീപ്രോഗ്രാമിംഗിന്റെ ലോകത്തിലെ ആദ്യ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ചു. ഗ്ലോക്കോമയും ഒപ്റ്റിക്കൽ നാഡി തകരാറുകളും അനുഭവിക്കുന്ന രോഗികളിലാണ് ER100 എന്നറിയപ്പെടുന്ന ഈ പരീക്ഷണം ആദ്യമായി പരീക്ഷിക്കുന്നത്. ഹാർവാർഡ് ജനിതക ശാസ്ത്രജ്ഞനായ ഡേവിഡ് സിൻക്ലെയർ മുന്നോട്ട് വെച്ച വാർദ്ധക്യത്തെക്കുറിച്ചുള്ള വിവര സിദ്ധാന്തം അടിസ്ഥാനമാക്കിയാണ് ഈ തെറാപ്പി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന കണ്ണുകൾ ഈ പരീക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായ ഭാഗമാണെന്ന് ഗവേഷകർ കരുതുന്നു. ഒപ്റ്റിക്കൽ നാഡി കോശങ്ങളിലേക്ക് പരിഷ്കരിച്ച റീപ്രോഗ്രാമിംഗ് ഘടകങ്ങൾ എത്തിക്കുന്ന ഒരു ജീൻ തെറാപ്പിയാണ് ER100. ഇതിനായി രോഗികൾക്ക് ആദ്യം ഒറ്റ ജീൻ തെറാപ്പി കുത്തിവെപ്പ് നൽകുന്നു. തുടർന്ന് ചികിത്സാ ജീനുകളെ സജീവമാക്കുന്ന ഒരു രാസ ഓൺ സ്വിച്ചായി പ്രവർത്തിക്കാൻ രോഗി നിരവധി ആഴ്ചകളോളം ആന്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ടതുണ്ട്. 2006 ഷിന്യ യമനിക കണ്ടെത്തിയ സെല്ലുലാർ റീപ്രോഗ്രാമിംഗ് രീതിയെ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. കോശങ്ങളെ പൂർണ്ണമായും സ്റ്റെം സെല്ലുകളാക്കുന്നത് ട്യൂമറുകൾക്ക് കാരണമാകുമെന്ന വെല്ലുവിളി മറികടക്കാൻ കോശങ്ങളുടെ ഐഡന്റിറ്റി മാറ്റാതെ അവയുടെ ജൈവിക പ്രായം മാത്രം പിന്നോട്ട് റിവൈൻഡ് ചെയ്യുന്ന ഭാഗിക റീപ്രോഗ്രാമിംഗ് രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പ്രാരംഭഘട്ടത്തിൽ 20-ൽ താഴെ രോഗികൾക്ക് മാത്രമാണ് ഈ പരീക്ഷണത്തിൽ പങ്കാളികളാകാൻ സാധിക്കുക. ഇതിന്റെ സുരക്ഷയും കാഴ്ച മെച്ചപ്പെടുത്തുവാനുള്ള കഴിവുമാണ് വരും മാസങ്ങളിൽ ഗവേഷകർ നിരീക്ഷിക്കുന്നത്. ഈ പരീക്ഷണം വിജയകരമാവുകയാണെങ്കിൽ ഭാവിയിൽ അൽഷൈമേഴ്സ്, ഹൃദ്രോഗം, ആർത്രൈറ്റിസ് തുടങ്ങിയ പ്രായവുമായി ബന്ധപ്പെട്ട മറ്റ് അവസ്ഥകൾ ചികിത്സിക്കുവാനും ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. അതേസമയം വൈദ്യശാസ്ത്ര സമൂഹം ഈ പരീക്ഷണത്തെ അതീവ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. ജീനുകൾ അമിതമായി സജീവമായാൽ കോശങ്ങൾ അനിയന്ത്രിതമായി വിഭജിക്കുകയും ഇത് ട്യൂമറുകൾക്ക് വഴിവെക്കുകയും ചെയ്യാമെന്ന ഭീഷണിയുണ്ട്. വാർദ്ധക്യം എന്നത് മാറ്റാൻ കഴിയാത്ത ഒരു വിധിയാണെന്ന ധാരണയെ ഈ ഗവേഷണം ചോദ്യം ചെയ്യുന്നു. അംഗീകൃതമായ ഒരു ആന്റി ഏജിംഗ് ചികിത്സയിലേക്കുള്ള പാത ഇനിയും നീളമുള്ളതാണെങ്കിലും മനുഷ്യന്റെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കുക എന്ന ദീർഘകാല ലക്ഷ്യത്തിലേക്കുള്ള ചരിത്രപരമായ കാൽവെപ്പാണിത്.